നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരസ്പരം അറിയാവുന്നവർക്ക് ലോകത്തിന്റെ എവിടെ വെച്ച് കണ്ടാലും ഏത് കോണിൽ വെച്ച് കണ്ടാലും അവരുടെ ആ സ്നേഹപ്രകടനങ്ങൾ പങ്കുവയ്ക്കാനും ആലിംഗനം ചെയ്യാനും കെട്ടിപ്പിടിക്കാനും എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനെ വിലക്കുവാനും ചോദ്യം ചെയ്യുവാനും ആർക്കും അവകാശവുമില്ല. എന്നാൽ വ്യഭിചാരം ഹറാമാണെന്നും അത് നിഷിദ്ധമാണെന്നും വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും പഠിപ്പിച്ച ഇസ്ലാം മതത്തിന്റെ അട്ടിപ്പേർ അവകാശം പാണക്കാട് കുടുംബത്തിന്റെ അടുക്കളപ്പുറത്താണെന്ന് ചിന്താശേഷിയില്ലാത്ത, തലച്ചോറില്ലാത്ത, വിവേകവും ബുദ്ധിയുമില്ലാത്ത പൊട്ടന്മാരും മണ്ടന്മാരുമായ കുറെ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന്റെ തണലിൽ ഇസ്ലാം മതത്തെ വിറ്റ് ജീവിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ ഒരംഗം കേരളം കണ്ട ഏറ്റവും വലിയ സെക്സ്വൽ പെർവർട്ടറായ നിരവധി പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി ആ ഗർഭസ്ഥ ശിശുക്കളെ കൊന്നുകളഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന നരാധവനെ കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനം നടത്തി ആലിംഗനം ചെയ്തിട്ട് ഇസ്ലാം മത വിശ്വാസികൾക്ക്, സഹോദര മതത്തിലുള്ള സഹോദരങ്ങൾക്ക്, ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഈ പാണക്കാട് മുനവർ അലി എന്ത് സന്ദേശമാണ് നൽകുന്നത്? വ്യഭിചാരികളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കണമെങ്കിൽ വ്യഭിചാരികളെ അത്രയും വെറുക്കപ്പെട്ടവരായിട്ടാണ് ഇസ്ലാം മതത്തിന്റെ ആശയം കാണപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ കല്യാണം കഴിക്കാതെ തന്നെ നിരവധി പെൺകുട്ടികളുമായി ബന്ധപ്പെടുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടം എന്ന പെണ്ണുപിടിയനെ എന്തർത്ഥത്തിലാണ് പാണക്കാട് മുനവർ അലി ഇത്രയും വലിയ സ്നേഹപ്രകടനത്താൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നത്? ചോദ്യം ചെയ്യും, ഉത്തരം പറയുക തന്നെ വേണം. കാരണം നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരല്ല. ലോകത്തിലെ ഏറ്റവും മഹത്തായ മതമെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിന്റെ അട്ടിപ്പേർ അവകാശത്തിന്റെ പേരിൽ അതിന്റെ തണലിൽ ശരീരമനങ്ങാതെ വിയർക്കാതെ ഉണ്ടുറങ്ങി സുഖിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇസ്ലാം മത വിശ്വാസികൾ ഒരു കാര്യം ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. ഈ ദുനിയാവിൽ ഒരു കരിയില അനങ്ങണമെങ്കിൽ പോലും അത് പടച്ച തമ്പുരാന്റെ അറിവോടുകൂടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരുടെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ശ്രദ്ധയും നോട്ടവും എപ്പോഴും ഉണ്ടാകും. അവർ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം അള്ളാഹു നൽകില്ല. തെറ്റിന്റെ വക്താക്കളുമായിട്ട് കൂട്ടുകൂടാനും അവർക്ക് മനസ്സ് അള്ളാഹു കൊടുക്കത്തില്ല. ഇസ്ലാം മതത്തിന്റെ ശത്രുക്കളുമായി സന്ധി ചെയ്യുവാനും അവർക്ക് അള്ളാഹു അനുഗ്രഹം കൊടുക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നാരങ്ങാ വെള്ളം കലക്കി കൊടുത്ത് ഇസ്ലാം മതത്തെ വിറ്റ് ജീവിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തുകളെ കാറ്റിൽ പറത്തുന്ന ഈ പാണക്കാട് കുടുംബം എങ്ങനെയാണ് പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ ലോകത്തിന്റെ ഒരു കോണിലും പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്നും പറഞ്ഞ് ആരും ജീവിച്ചിരിക്കുന്നതായി നമുക്കറിവില്ല. എന്നാൽ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിനെ പേടിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് പരലോകത്തെ ഓർത്ത് ഭയന്ന് ജീവിക്കുന്നുണ്ടാകും. അവരാരാണെന്ന് നമുക്കറിവില്ല എന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടന്മാരും പൊട്ടന്മാരും വകതിരിവില്ലാത്ത, വിവേകബുദ്ധിയില്ലാത്ത കുറെ പൊട്ടന്മാരെ പറ്റിച്ചും ഇങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ ഒരിക്കലും RSSുമായിട്ടും സംഘപരിവാറുമായിട്ടും സന്ധി ഉണ്ടാക്കില്ല. പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ ഒരിക്കലും ബാബർ മസ്ജിദ് പൊള്ളി പൊളിച്ചപ്പോൾ വിഷമിക്കാതിരുന്നിട്ടുണ്ടാവില്ല, വേദനിക്കാതിരുന്നിട്ടുണ്ടാവില്ല. പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ ഒരിക്കലും ശരീരമനങ്ങാതെ, തടിയനങ്ങാതെ ഇരുന്ന് കോടികൾ സമ്പാദിച്ച് ആർഭാട ജീവിതവും നയിക്കില്ല. അവരുടെ ജീവിതം ലളിതമായ ജീവിതമാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പാണക്കാട് കുടുംബം പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരല്ല. അവർ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂജാഹിലിന്റെ പിന്തലമുറക്കാരാണ്. ഇസ്ലാം മത വിശ്വാസികളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഇബിലീസിന്റെ അനുയായികളാണ്. പടച്ച റബ്ബിനെ അല്ലാതെ ദുനിയാവിൽ മറ്റൊരു പടപ്പുകളെയും പേടിക്കാത്ത നാം എന്തിനാണ് അത് വിളിച്ചു പറയാൻ മടിക്കുന്നത്? വാക്കുകളിൽ ചിലപ്പോൾ കടുത്ത വാക്കുകൾ ഉണ്ടാകാം, അത് രോഷപ്രകടനം കൊണ്ട് മാത്രമാണ്. പക്ഷെ ആവർത്തിച്ചു ചോദിക്കുന്നു, പ്രവാചകന്റെ ഏറ്റവും ചെറിയ സുന്നത്തായ ആ താടിയെങ്കിലും വെക്കാൻ മടിയുള്ള ഈ പാണക്കാട് മുനവർ അലി എങ്ങനെയാണ് പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവനാകുന്നത്? യൂറോപ്യൻ സ്റ്റൈലിൽ അടിച്ചു പൊളിച്ച് ആർഭാടത്തോടെ ജീവിക്കുന്ന ഇവരെയാണോ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആഫിദുകളായ കേരളത്തിലെ മതപണ്ഡിതന്മാരോട് ചോദിക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ? പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരുടെ മേൽ അള്ളാഹുവിന്റെ നോട്ടവും ശ്രദ്ധയും എപ്പോഴും ഉണ്ടാകില്ലേ? അവർ തെറ്റായ വഴിയിലൂടെ നടക്കാൻ അള്ളാഹു സമ്മതിക്കുമോ? അവർക്ക് അതിനുള്ള മനസ്സ് അള്ളാഹു കൊടുക്കുമോ? അറിവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കടലാണെങ്കിൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളം മാത്രമാണ് ഞാൻ. വീണ്ടും പറയുന്നു, പാണക്കാട് കുടുംബത്തിനെ പിൻപറ്റി സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന മൂടന്മാരെ, നിങ്ങൾ തെറ്റിന്റെ വഴിയിലാണ്, നിങ്ങൾ വഴിപിഴച്ചവരാണ്, നിങ്ങൾ അബൂജാഹിലിന്റെ പിന്തലമുറക്കാരെയാണ് പിന്തുടരുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു.